JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലെ? ഉറപ്പിനും ഉറപ്പില്ല, ബിരുദതല പ്രാഥമിക പരീക്ഷയ്ക്ക് 1.86 ലക്ഷം പേർ ഹാജരായില്ല. PSCയുടെ ഈ വർഷത്തെ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ എഴുതുമെന്ന ഉറപ്പ് നൽകിയവരിൽ 64.22% പേർ മാത്രമേ പരീക്ഷയ്ക്ക് ഹാജരായുള്ളൂ. 3 ഘട്ട പരീക്ഷ എഴുതാൻ മൊത്തം 5,22,088 പേരാണ് ഉറപ്പ് നൽകിയത്. അവരിൽ 3,35,294 പേർ പരീക്ഷ എഴുതി. 1,86,794 പേര് ഹാജരായില്ല. ആദ്യഘട്ട പരീക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേർ ഹാജരാകാതിരുന്നത്, 63,555 പേര്. മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത് 1,13,199 പേര്. ആദ്യ 2 ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാനാകാത്തവർക്ക് മൂന്നാം ഘട്ടത്തിൽ അവസരം നൽകിയതു അത് മെയ് 11-ന് പരീക്ഷ ആരംഭിച്ചു. മെയ് 25-ന് രണ്ടാം ഘട്ടവും തുടർന്ന് ജൂൺ 15-ന് മൂന്നാം ഘട്ടവും നടത്തി. ആദ്യ 2 ഘട്ടങ്ങളുടെ അന്തിമ ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ചു. മൂല്യനിർണ്ണയവും ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടത്തില് അന്തിമ ഉത്തര സൂചിക വൈകാതെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിനുശേഷം മാർക്ക് സമീകരിച്ചാണ് അർഹതാ പട്ടിക തയ്യാറാക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടർക്കുള്ള അർഹതാ പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കും. അത് ജൂലൈ 15 കഴിയുമ്പോൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ മുഖ്യ പരീക്ഷ സെപ്റ്റംബർ 26-ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കേരള ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ നേരിട്ടും തസ്തിക മാറ്റവും, മിൽമയിലെ മാർക്കറ്റിംഗ് ഓർഗനൈസർ നേരിട്ടും തസ്തിക മാറ്റവും, എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി NCA, തദ്ദേശ ഭരണ വകുപ്പിലെ സെക്രട്ടറി എന്നിങ്ങനെ 11 കാറ്റഗറികൾക്കാണ് പൊതുപരീക്ഷ നടത്തിയത്. ഓരോ കാറ്റഗറിക്കും പ്രത്യേകം അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ ഉൾപ്പെട്ടവർക്കാണ് മുഖ്യപരീക്ഷ അവസരം നൽകുന്നത്. മുഖ്യപരീക്ഷ മാർക്കാണ് പ്രധാനമായും റാങ്കിന് പരിഗണിക്കുന്നത്. അഭിമുഖം, അക്കാദമിക് വെയിറ്റേജ് എന്നിവയുടെ മാർക്കും ചേർത്ത് റാങ്ക് നിർണ്ണയിക്കും. അപ്പോൾ ബിരുദതല പ്രാഥമിക പരീക്ഷയ്ക്ക് 1.86 ലക്ഷം പേർ ഹാജരായില്ല എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. ഉറപ്പ് നൽകിയത് 5.22 ലക്ഷം പേരാണ്. ഹാജരായത് 64.22% മാത്രം. അപ്പോൾ ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് പ്രാഥമിക പരീക്ഷ PSC പൊതുവെ ബഹിഷ്കരിക്കുന്ന ഒരു രീതിയാണോ ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ എല്ലാവരിലും ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.